വിവാദങ്ങൾക്ക് പിന്നാലെ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തെത്തി. നീണ്ട 20 ദിവസത്തിന് ശേഷമാണ് VC സർവകലാശാലയിലെത്തിയത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചെന്നത്. പ്രശാന്ത്, സംഘർഷഭരിതമാണ്, തർക്കം തുടരുകയാണ്, നിയമവഴിയിലാണ് കാര്യങ്ങൾ. അതിനിടയിലാണ് VC സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ന് പ്രതിഷേധങ്ങളുണ്ടോ? രതീഷ്, 20 ദിവസത്തിന് ശേഷം കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നിലവിൽ ഇതുവരെയില്ല. പക്ഷേ പോലീസ് കനത്ത ബന്ദോബസ്ത് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറും അല്പം മുൻപ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. VC രജിസ്ട്രാർ സസ്പെൻഷനിലാണ് എന്നതുകൊണ്ട് തന്നെ രജിസ്ട്രാർ അംഗീകരിക്കുന്നില്ല. പകരം രജിസ്ട്രാറുടെ ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകിയതുകൊണ്ട് തന്നെ അവരിലൂടെ മാത്രമാണ് ഫയലുകളെല്ലാം സ്വീകരിക്കുന്നത്. ഏതായാലും ഇന്ന് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഓഫീസിൽ ഇപ്പോൾ ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. ഇതിന് പുറമെ പ്രധാനമായും ഇന്ന് അദ്ദേഹം ഇവിടെ എത്താൻ കാരണം VC ഇവിടെ സർവകലാശാല ക്യാമ്പസിൽ എത്താത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാണ് എന്ന വിഷയമാണ് സിൻഡിക്കേറ്റ് വ്യാപകമായി പ്രതിഷേധമായി ഉയർത്തിയിട്ടുള്ളത്, SFI ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായും VC ഇന്നിപ്പോൾ ഇവിടെ ഓഫീസിൽ നിർവഹിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികളുടെ 400-ലധികം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനുണ്ട്. അത് VC തന്നെ തുറന്ന് സമ്മതിച്ചതാണ്. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ രാവിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് മടങ്ങിപ്പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. SFIയുടെ നേതൃത്വത്തിൽ തടയാത്തത് ഈ സാഹചര്യത്തിലാണോ? അതായത് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ VC എത്തട്ടെ എന്ന നിലപാടിലാണോ സിൻഡിക്കേറ്റും അതുപോലെ സമരക്കാരും? അഭിലാഷ്, ഒരു മുന്നറിയിപ്പില്ലാതെ തന്നെയാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എത്തിയത്. രാവിലെ അദ്ദേഹം ഫ്ലൈറ്റിലാണ് എത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി നേരെ ക്യാമ്പസിലേക്ക് എത്തുകയായിരുന്നു, സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ പതിവ് പോലെ തന്നെ അദ്ദേഹം എത്തുന്നത് അറിഞ്ഞുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ SFIയുടെ പ്രവർത്തകർ ഇപ്പോഴും ഈ സർവകലാശാല ആസ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ തീർച്ചയായും VC പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതിഷേധിക്കും എന്ന തീരുമാനത്തിൽ തന്നെയാണ്, പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും VC ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള പ്രവർത്തകരെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇറങ്ങൂ എന്നാണ് VC വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പുറത്തേക്ക് ഇറങ്ങുക, അപ്പോഴായിരിക്കും SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടാകുക. തടയുക എന്നതിനപ്പുറത്തേക്ക് VCക്കെതിരായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധം, അതാണ് SFI ആസൂത്രണം ചെയ്തിട്ടുള്ളത്.